എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ചെറിയൊരു ഫാമിലാണ്. ഈ ചെറിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ഫാമിലി. അപ്പം നമ്മളിന്ന് അവിടെ കുറച്ച് ഓറഞ്ചും കുറച്ച് മാംഗോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാനത് നമ്മൾ പറിച്ചെടുക്കുന്നത് കാണിക്കാം. നമ്മളിവിടെ കുറച്ച് പേരുണ്ട്. ദിലുണ്ട്, ഷാരറ്റുണ്ട്, മന്തിമയുണ്ട്, മുസ്തുണ്ട്, പിന്നെ 2 കുട്ടീസുണ്ട്. പിന്നെ മതി പറഞ്ഞിട്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത മാസം ചിലപ്പോൾ വരുമ്പോൾ നന്നായിട്ടാവും. പക്ഷെ നിനക്ക് പേരറിയില്ലല്ലേ? ഞാൻ ഈ ചെടിയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ കാ കഴിക്കാൻ പറ്റുന്നതൊന്നും അറിയത്തില്ലല്ലോ ആ സമയത്ത്. ഞാൻ ഇവള് അതിന്റെ കായ അന്ന് കുറച്ചുകൂടെ റെഡ് ആയില്ലായിരുന്നു. അത് ഞെക്ക് കൊള്ളുന്നുണ്ട്. ഞെക്ക് കൊള്ളുന്നുണ്ട് ഇല്ല അല്ലേ? അന്ന് നന്നായിട്ട് ഞെക്ക് കൊള്ളു. ഇത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അവൾ ഉള്ളിൽ കയറിപ്പോയെന്ന് തോന്നുന്നു. അത് അത്രയും പഴുത്തിട്ടില്ല, പക്ഷെ പിഞ്ചുണ്ട്. നോക്ക്, ആയിട്ടുണ്ട് കേട്ടോ. പിഞ്ച് കുറെ ഉണ്ട്. ഈ വഴി അവനൊക്കെ കാ പറിക്കാൻ പോകുന്നു. പക്ഷെ കായുടെ പേരെന്താ പറയുന്നത്? പേരില്ലല്ലേ? ഹോട്ടലിൽ മറ്റേ കൂട്ട് മുള്ളിന്റെ ഉണ്ടല്ലോ. അതൊരു കറയുണ്ട്. എന്താ പറയുന്ന മുള്ളു ചെടിയാ? എന്ത് ചെടിയാ? പേരുണ്ട് ഗൂഗിളില്. എന്താ ആപ്പിളാണോ അത്? പിന്നെന്താ? എന്താ കൊറേ പ്രാവിടെ? നോക്ക്, പ്രാവല്ലേ അത്? അത് വേറെ കൊച്ചു നോക്കുമ്പോ ഇത്രയും വെട്ടമുള്ള സ്ഥലത്ത് ഇതിലായിട്ട് അങ്ങനെ പോയിട്ടില്ല. ആ ഫ്ലോയില് കുളിക്കണം, എന്നാലും അവിടെ ഇരിക്കുള്ളൂ. എന്തെങ്കിലും എടുത്തെടുത്ത് വരുന്ന രാവിലെ കുളിക്കുന്ന കാര്യം. അവരാണത്. നടക്കാം. നമുക്ക് അവിടെ ഓറഞ്ച് ഉണ്ടോ നോക്കാം. ബാ, ഓറഞ്ച് ഉണ്ടോ നോക്കാം കേട്ടോ. ഓക്കെ. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നല്ലേ ഓറഞ്ച്. അന്ന് ഞങ്ങൾക്ക് പറിക്കാനായിട്ട് ഇതില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം ഞങ്ങൾ പറിച്ചു. പക്ഷെ ഇരുട്ടായിരുന്നു, അതുകൊണ്ട് അത് ഏതാ പഴുത്തത് ഏതാ പിഞ്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അന്നത്തെ നാളെ ഞങ്ങൾ മാക്സിമം പറിക്കാൻ വരെയൊക്കെ പറിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോടെ കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു. പക്ഷെ സമയം പറ്റാത്തതുകൊണ്ട് പാർക്കിൽ നടക്കുന്നു. നമ്മൾ അന്ന് വന്നപ്പോൾ അങ്ങേ സ്ഥലം മാങ്ങ ചെറുത് ഇരിപ്പില്ല. നമുക്ക് അവിടെ കൂടെ പോയി നോക്കാമേ. ഓറഞ്ച് കുറച്ച് കുറഞ്ഞു, പക്ഷെ 1-2 എണ്ണം കിടപ്പുണ്ട്. കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഒരു മാസമായില്ലേ നമ്മളിപ്പോൾ വന്നിട്ട്. അന്ന് ഇഷ്ടം പിടി ഉണ്ടായിരുന്നു. ഇതെന്താ ടൂട്ടൂത്? ഓറഞ്ചാണത്. എന്താ അത്? ഓറഞ്ച് ഫിഷ് അല്ല, ഓറഞ്ച്. പിടിച്ചു. ടൂട്ടു വേണോ അത്? പയ്യെ പറിക്കേ, വലിക്കേ. ഈ
ഇട്ട് കുറച്ച് ആ ഓക്കെ ആ ആ ആ ഓറഞ്ച് 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 ഇതിലുണ്ട്, പക്ഷെ ഇതിൽ പിഞ്ചാണ് നിൽക്കുന്നത്, ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. താഴേക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പേരയുണ്ട്, പക്ഷെ കായില്ല. എന്തത്? ഓറഞ്ച് ആണത്. ഇതിലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എടാ ഇത് പക്ഷെ വേറെ മറ്റേ പോലത്തെ ഓറഞ്ച് ആയിട്ട് തോന്നുന്നില്ല അല്ലേ? ഇത് വേറെ ഏതോ ടൈപ്പാന്ന് തോന്നുന്നല്ലേ? അത് കുറച്ചുകൂടെ ആ അതിന്റെ പോലത്തെ. പക്ഷെ അവന്റെ കയ്യിലിരിക്കുന്ന വേറെ ഏതോ മോഡൽ പോലെ. ഇല്ലില്ല, ഒരെണ്ണം മതി, പിഞ്ചാ പൊന്ന. അത് ഇത് അവിടെ ഉണ്ട്, ബാ അത് പറിക്കാം, ബാ ബാ ഇതുണ്ട്, ബാ ഇത് പയ്യെ പയ്യെ മുള്ളുണ്ട് കേട്ടോ. പറിക്കാം, ഇത് ഞാൻ പിടിക്കാം, ഇത് ഞാൻ പിടിക്കാം, അത് പറിച്ചോ. പൂവും കായ കാര്യം പിടിക്കും. അവനത് ഉണ്ടാക്കി പോവാ. അവന് ഓറഞ്ച് കിട്ടി കഴിഞ്ഞപ്പോഴേ എന്നോട് ഈ പൂ പിടിച്ചോളാനായിട്ട്. അതെ, അതിന് വെയിറ്റ് കാരണം നടക്കാൻ പറ്റുന്നില്ല അവന്. ഇവിടെ ഉണ്ട് കേട്ടോ പേര, ഇവിടെ മാവാണ്. പക്ഷെ അന്ന് മാങ്ങ ഉണ്ടായിരുന്നു ചിലതില്, പക്ഷെ ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. അന്ന് ഉണ്ടായിരുന്നുണ്ട്, ഏതിലൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ ഇനി അത് ആ സൈഡിലാന്ന് തോന്നുന്നല്ലേ, പൊഴിഞ്ഞു പോയോന്ന് അറിയില്ല. മുഴുത്താ, വാ ടൂട്ടു, ടൂട്ടു ഇവിടെ വാ. ചെറു ആയി വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് മാങ്കോ 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 മാങ്കോ, അത്യാവശ്യം വരുന്നതാ. അയ്യോ ആ കൊല കൊലയാ മാങ്ക. വേറെ ഏതോ ടൈപ്പ്. ഇത് പഴുത്താണോ? വെയിലടിച്ചിട്ടാ അല്ലേ തോന്നുന്നായിരിക്കും. മാങ്ങ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഓറഞ്ച് കഴിഞ്ഞില്ല, കുറച്ചുകൂടെ നിൽപ്പുണ്ട്, ആയി വരുന്നുണ്ട് അടുത്ത സീസണ്. ഒരുത്തന ഓറഞ്ച് പിടിച്ച് നടക്കുന്നുണ്ട് കുറേ നേരമായി. അവൻ്റെ ഫിഷ് അവൻ താഴെ വെക്കൂല. മേ ബി കൊണ്ടുവന്നതായിരിക്കും ഇവിടെ നടാനായിട്ട് പുതിയത്. നമ്മൾ കൊണ്ട് വെച്ചാലും ഇങ്ങനെ ആയും കിട്ടൂല. ഇതിനെന്തോ പറ്റിയെന്ന് തോന്നുന്നല്ലേ? ഇതുണ്ട്, ഇതിനെന്തോ പറ്റിയെന്ന് തോന്നി മരത്തിന് മൊത്തം. ആ ഇല എല്ലാം അല്ലേ? അതിന് അതിൻ്റെ ഡിസൈനാണോ? അല്ലായിരിക്കും അല്ലേ? ചുറ്റോടി തൊട്ട് എല്ലായിടത്തും നോക്കുന്നുണ്ട്, കരിഞ്ഞു പോയ പോലെ. അത് കരിഞ്ഞത്. മീമി ബേബി ആയിട്ട് അവിടെ ഇരിക്കുക. ബാ ഇതിലേ പോവാം, ബാ ഇതിലേ ഈ വഴി. ഞങ്ങൾ പിടിക്കണോ? അത് പിടിക്കണോ? ഹെൽപ്പ് വേണോ? ഓക്കെ. ആ ഈവനിങ് ആയി കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. അത് ആരുടെ വലിയ കാലടാ പൊന്നാ. ബാ ബാ നമുക്ക് മാങ്ങ നോക്കാം, ബാ മാങ്ങ ബാ. അവൻ ആരുടെ കാൽപ്പാട് അവിടെ കണ്ട, അവൻ അത്രയും വലുതാക്കണം. അവൻ അവിടെ കാല് വെക്കുക, അവൻ എത്തുന്നില്ല. എന്നിട്ട് ആടാ വാ. ഓറഞ്ച്, ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച്. നമ്മുടെ നാട്ടിൽ ഓറഞ്ച് ഉണ്ട്, പക്ഷെ ഭയങ്കര ചെറുത്. ഇതുപോലത്തെ മരമല്ലല്ലോ എനിക്കൊന്നും. ബഡ് ഹായ്, പുളിയാണോ? എടാ നിന്റെ ഭാഷ മനസ്സിലാവുന്നേ ഉള്ളൂടാ പൊന്നാ, സമയമെടുക്കും. ഈ പുതിയ ലിപിയല്ലേ. ഇവൻ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ അപ്പനും അല്ലാണ്ട് ബാക്കി ഞങ്ങൾക്കൊക്കെ മനസ്സിലായി വരുമ്പോൾ സമയമെടുക്കും. ഞങ്ങൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ഈ ലിപി. ഇനി അവളും കൂടെ വലുതായി വരുമ്പോഴത്തേക്കും തീർന്നു, അവർ ഒറിജിനൽ ഭാഷ തന്നെ മറക്കും.
അവള് ഒന്നും കൂടി പെട്ടെന്ന് സംസാരിക്കും ഇവന്റെതും കേട്ട് ഇതുണ്ട് ടൂട്ടു ഇതിൻ്റെ ഇടയ്ക്ക് മാങ്ങ കിടക്കുന്ന മാംഗോ കണ്ടോ ആ അത് മാംഗോ പോലെ ഇരിക്കുന്ന ഈ മാങ്ങ കണ്ടോ ഷേപ്പ് ഉണ്ടോ ഇതിന്റെ മറ്റെന്തോ പിയറോ ഫിഷ് നല്ല മണമുണ്ട് സാധാ നമ്മൾ ലുലുന്ന് വാങ്ങിക്കുന്ന മാങ്ങയ്ക്കൂടെ സ്മെല്ല് എനിക്ക് തോന്നുന്നു പല പല ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് വാടിപ്പഴുത്താ ഞെക്ക് കൊള്ളുന്നുണ്ട് അതിന് എന്നാ വാടിപ്പഴുത്തായിരിക്കും മേല് അല്ലെങ്കിൽ പഴുത്താണോ നീ കടിച്ചു നോക്കി അത് പൊടിയെ മൊത്തം പൊടി ഇരിപ്പുണ്ട് എന്റെ വയറ്റ് കേടാക്കിട്ട് എന്തായാലും അവളെടോ വാട്ടറിന്റെ വെള്ളം കടിച്ചു കവർ എടുത്തായിരുന്നോ ഇല്ല നമുക്ക് ചോദിക്കാം എല്ലാത്തവണ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തവണ എനിക്ക് തരുന്ന അവർ കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിച്ചുകൂടെ സ്വന്തമായിട്ട് കവറെങ്കിലും കൊണ്ടുവന്നു കവറും തരണം നമ്മുടെ നാട്ടിലില്ലായിരുന്നോ ഇല ഇല്ലാതെ ഇങ്ങനെ കൊമ്പ് മറ്റേ അതുപോലെ ഇരിക്കുന്നില്ല അതാണ് ഇവിടെ നമ്മൾ പെട്ടെന്ന് ദൂരെ നോക്കുമ്പോൾ ഇത് മാവാ നമുക്ക് ഫീൽ ചെയ്യില്ല ഇതിന്റെ ആ ഇലയൊക്കെ കണ്ടോ ഭയങ്കര വ്യത്യാസം ഇതിന്റെ തടി തന്നെ ഉണ്ട് അത് വേറൊരു കളറില്ലേ നാട്ടില് മറ്റേ ആൽമരം അല്ല വേറെ എന്തോ ഒരു മരം അല്ലേ ഒരു തടിയൊക്കെ വെള്ള കളറിലായിട്ടുള്ള മാംഗോ എന്താ അത് മാംഗോ പറ മാംഗോ പറ എന്തത് അത് മീമി അല്ലടാ ഓറഞ്ച് മീമി എടുത്ത് പോവാ നടക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ അത് ഈവനിങ് നേരത്തെ വരികയാണെങ്കിൽ ഒന്നും കൂടെ നിറച്ച് ഫ്രൂട്ട്സും കാരണം നമ്മുടെ നാട്ടിലാണെങ്കിലും മാവൊക്കെയാണ് ഭയങ്കര വലുതല്ലേ അപ്പൊ നമുക്കിങ്ങനെ അങ്ങനെ കണ്ട് കേട്ട് പറിക്കാൻ പറ്റുമല്ലോ ഒന്നെങ്കിൽ എറിഞ്ഞു കേട്ടോ ഇതാകുമ്പോൾ തൊട്ട് അടുത്തടുത്ത് മാങ്ങ ഉണ്ടായി കിടക്കുന്നു ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നു തമിഴ്നാട്ടിലുണ്ട് ഓരോ ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നമ്മൾ വന്നപ്പോ അല്ലേ ഓ അന്ന് ഞങ്ങൾ പേടിച്ച് ഇത് സ്റ്റാർട്ട് ആവുന്നേ ഇതാ ഞാൻ ആദ്യമായിട്ടല്ലേ ഞാൻ ഇത്ര സൗണ്ട് കേട്ടിട്ടില്ല അപ്പൊ ഈ സാധനം ഒറ്റ വലി വിളിച്ചു ഇത് സ്റ്റാർട്ട് ആയപ്പോ ഞാൻ പേടിച്ച് ഭയങ്കര സൗണ്ട് എന്താ അത് അവൾ ഇങ്ങോട്ട് വരുമായിരിക്കും അത് ഉള്ളിൽ കയറിയോ കഴിക്കാതെ അങ്ങനെ കഴുകിട്ട് കഴിക്കാട്ടോ കഷ്ടപ്പെട്ട് അവരത് വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇവരോടൊന്ന് പറിച്ചിട്ട് ഉപ്പും മുളകും കൂടെ തരാൻ പറയുന്നു എന്നാടാ അവനുണ്ടല്ലോ കുറെ നേരം നമ്മുടെ കാൽപ്പാട് വലുതല്ലേ അവൻ അതിൻ്റെ അടുത്ത് പോയിട്ട് വെച്ച് നോക്കുക പക്ഷെ അവൻ എത്തുന്നില്ല അത് എന്തായാലും പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട് സൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ പുസ്തകം അടിച്ച് പക്ഷെ ഇവിടെ ഇതിന് മാത്രം കൊതുകില്ലാതാനും പിന്നെ മുസ്തുങ്ങിനെ അടിക്കുന്നോണ്ട് നമുക്കിങ്ങനെ ഉപകാരങ്ങൾ കിട്ടുന്നു അവിടെ പോയി കഴുകാം കേട്ടോ രണ്ടു മൂന്നെണ്ണം പറിച്ചിട്ട് വരാമേ ബേബി ആൻറ്റി എടുക്കും ബാ മേമ എടുക്കും അയ്യോ അതൊന്ന് മറന്നു കളയണ്ട എങ്ങനെയാലും ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നത് അവൻ്റെ ബനാന വേറെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കാം ഓറഞ്ച് എന്തേ പൊന്നു ഓറഞ്ച് എന്തേ അത് എവിടെ പോയി ഏത് ബനാന പറിച്ചു അതാണെങ്കിൽ ആ കായാണെങ്കിൽ പോവുകയും ചെയ്തു കേട്ടോ ആകെ ഒരു കായ ഉണ്ടായിരുന്നുള്ളൂ അതിവൻ കുറേ നേരം കടിച്ച് നടന്നിട്ട് ബാക്കി എടുത്ത് ഞങ്ങളത് വേസ്റ്റിലിട്ടു അപ്പോൾ പുള്ളി ആ ചുവന്നൊരു കായില്ലേ അതാ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് ഇനി അതില്ല ഇനി വേറെ എന്തെങ്കിലും പറിച്ചു കൊടുക്കണം താഴെ നിൽക്കുക നമുക്ക് പറിക്കാതെ കഴിഞ്ഞ വർഷം ഒന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ അത്ര ശരിയല്ലായിരുന്നു കൊള്ളൂലായിരുന്നു
ഒരു എന്താ ഒരുപാട് മൂത്തിട്ട് ആ മറ്റേ അല്ലി പോരുന്ന പോലെ. എന്നാ നമുക്ക് ഇതൊന്ന് പറിച്ചിട്ട് കൂടുതൽ നിറഞ്ഞില്ല ഇത് ഓറഞ്ച് പറിക്കും. പറിക്ക് അലിച്ചു പറിക്കാം. ടൂട്ടെ മുള്ളുണ്ട്. കയ്യിലാവോ ഒന്നും പറിക്കണ്ട കേട്ടോ, നമുക്ക് കണ്ടോണ്ട് നിൽക്കാം. പറിച്ചോ. ആ ഓയ പറിക്കാം കേട്ടോ. അതെ ഇത് ഓറഞ്ച് പറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചേട്ടനെ കണ്ടോ, ആ ചേട്ടൻ വഴക്ക് പറയും നമ്മളെ. ഇത് പറിച്ചിട്ട് നമുക്ക് ബനാന അവൻ്റെ നമ്മൾ ഓറഞ്ച് പറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവരെന്താ ചെയ്യുന്നത്? അവർ ഓറഞ്ച് പറിക്കും കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബനാന പറിക്കാം കേട്ടോ. മുള്ളുണ്ട് കൂടി നോക്കണേ ഇടയ്ക്കൂടെ. എനിക്ക് തോന്നുന്നു ഒരാൾ ചായച്ചിട്ട് ഒരാൾ പറിക്കണം എന്ന് തോന്നുന്നു. അതിൻ്റെ അങ്ങേ സൈഡിലുണ്ട്, അപ്പുറത്തുനിന്ന് പറിക്കാൻ പറ്റുള്ളൂ. ഓക്കെ താഴെ വീണു പിന്നെ അത് ഓറഞ്ച്. ഇത് ജ്യൂസ് അടിക്കാം കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും പഴുത്തിട്ട് മൊത്തം പോവും. നമ്മൾ അന്ന് വന്നപ്പോൾ കണ്ടില്ലേ. ഇത് ഇരുന്ന് കഴിയുമ്പോൾ പഴുക്കും. ഒരു സൈഡോ എടുക്കണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ എന്തോ ഇല്ലടി ഉറുമ്പ് എന്തോ ഉള്ളെന്ന് തോന്നുന്നേ. ഇതോടെ പറിച്ചോ, എന്തെല്ലാം ആവുമായിരിക്കും. ഇത് പഴുത്തില്ല അല്ലേ? ഇത് പിഞ്ചാണോ മനസ്സിലാവുന്നില്ലല്ലോ. ഇത് നോക്കിയടി, ഇതോ ഇല്ല, അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. നല്ല പിഞ്ചാണ്, പക്ഷെ നല്ല സൈസ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള. ഇതിൽ വേറെ ഉണ്ടോ? അതേടി നടുക്ക് ഒരെണ്ണം നിൽക്കുന്നത് നല്ല പഴുത്തത്. യെസ് ഗൈസ്, അമേസിങ്. അയ്യോ എന്താ വരാത്തെ? പൊട്ടും എനിക്ക് കവർ അവസാനം നമ്മളെ. ഇതിൽ വേറെ ഉണ്ടോ? ഇല്ലല്ലോ, എനിക്ക് തോന്നുന്നു ഇതിൽ ഏകദേശം മൊത്തം കഴിഞ്ഞു. ക്യൂട്ട് ബേബി ആണോ ഇത്? നിങ്ങളുടെ ക്യൂട്ട് ബേബി ആണോ ഇത്? ദീദിയാണോ ഇത്? പൊന്നിയുടെ ദീദിയാണോ ഇത്? അവൻ തല വെച്ചിട്ട് ഇടിച്ച് നിർത്തിയേക്ക്. നമുക്ക് അപ്പുറത്ത് മാങ്ങയും കൂടെ നോക്കാം. ബനാന പറിക്കാട്ടോ. ഈശ്വര മറന്നില്ലേ, എന്താ ഓർമ്മയാ, ഞാൻ വരെ മറന്നുപോയി. മാങ്ങാക്കള്ളൻ. നല്ല മണമുണ്ട് കേട്ടോ. നാട്ടിൽ മറ്റേ നല്ല മാങ്ങേൻ്റെ. അല്ലെങ്കിൽ ഉപ്പിലിട്ടാണെങ്കിലും കഴിക്കാൻ നല്ലതായിരിക്കും. ഇത് മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചമ്മന്തി അരയ്ക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഉപ്പിട്ടിട്ട് വെച്ചെടുത്ത് നല്ലതാണ്. സുഹൃത്തല്ലേ. ഇനി അപ്പുറത്താണ് കണ്ട ഇതോ കറ തെറിക്കുന്നുണ്ട്. കവറിൽ പറിക്കാൻ പോകാൻ പറഞ്ഞ 1 2 3. അവൻ എണ്ണിക്കൊണ്ട് നടക്കുക, അവൻ കൗണ്ട് ചെയ്യാൻ മാങ്ങ പറിക്കുന്നത്. എടി ഇത് പഴം പോലെ അല്ല, പിഞ്ചാ അതല്ലേ, കേടാല്ലേ, കേടായിട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണോടെ നിൽക്കുന്നത്. അപ്പുറത്തെ ഏതൊരു മാവിൽ നമ്മൾ കണ്ടോടി? ഒരു മാവിലൂടെ ഇല്ലായിരുന്നോ? ടൂട്ട് ഇറങ്ങി നടക്കുവോ? ഇല്ല. ബനാനയല്ലേ? പറിക്കാൻ പൊന്നാ ബനാന. അതെവിടെ പോയി? ഏത് ബനാന പറിച്ചു? നമ്മളങ്ങനെ മാങ്ങയും കുറച്ച് ഓറഞ്ചും പറിച്ചല്ലേ. എന്നിട്ട് നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതെന്തായാലും പൊട്ടും അത്. അങ്ങനെ മുത്തുന്തിലും കിട്ടിയ ഓറഞ്ച് മാങ്ങ. നല്ല മാങ്ങ കേട്ടോ, നല്ല മണമുള്ള കൂട്ട് നല്ല മാങ്ങ. കയ്യിൽ നിന്ന് ഇറങ്ങൂല. സ്റ്റിൽ ബനാനയുടെ കാര്യം പറഞ്ഞു കിടക്കുക. കിളീനെ കണ്ടോ? ടൂട്ടു കിളീനെ കണ്ടോ? നമ്മളങ്ങനെ
മാങ്ങ കുറച്ച് ഓറഞ്ച് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ ഓറഞ്ച്. ബനാന പറിക്കാം. ഇപ്പം ഈ പ്രാവശ്യം ആയപ്പോൾ അത് കുറച്ച് കുറഞ്ഞു, കുറച്ചുകൂടെ ഉള്ളു. ഇനി പിഞ്ചാണ് ഫുള്ള് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പറിച്ചിട്ട് പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് നമ്മളിനി എങ്ങോട്ട് പോവാ? വീട്ടിൽ പോവാ. എവിടെ പോകുന്നേ? വീട്ടിൽ പോവാം. ഓക്കെ, ബനാന പറിക്കാം കേട്ടോ. അവളുടെ ഓറഞ്ച്, അവളുടെ മാങ്ങ. അത് ഇതിനകത്ത് ഇടണോ അല്ലേ? ഇടി കവറിലിട്ടാൽ മതി. ഇവിടെ അത് പൊട്ടിയിരിക്കുമല്ലോ ഓൾറെഡി. നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. മറ്റേ എന്താ പറഞ്ഞ മറ്റേ വിളവെടുപ്പോ, മറ്റേ ഇന്നത്തെ വിളവെടുപ്പിന് ശേഷം ഇന്നത്തെ വിളവെടുപ്പിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം കുറച്ച് മാങ്ങയും കുറച്ച് ഓറഞ്ചും കിട്ടി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ കുറേ കിട്ടിയാണ്. ഓറഞ്ച് വെച്ച് ആറാടായിരുന്നു, ജ്യൂസ്, സ്ക്വാഷ്, പിന്നെന്താ ഹൽവയോ കേക്കോ. ബൈ ബൈ പറ, ബൈ ബൈ പറ. ബൈ, സി യു ആയിട്ടില്ല.